2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് അത് അബാദ് പ്ലാസയിൽ, കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ പല നടന്മാർ, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ, ഭാമ എന്ന നടി, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ വന്നിട്ട് തന്നോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. ദിലീപും എൻ്റെ വിഷയത്തിൽ ഇടപെട്ടല്ലോ, അത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്, ദിലീപ് വലിയ അസംതൃപ്തനാണ്, ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് സിദ്ദിഖ് തന്നോട് പറഞ്ഞു എന്ന് ഈ നടി പറയുന്നുണ്ട്. ഭാമയും പിന്നീട് ഇക്കാര്യം ചോദിക്കുകയും ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മറ്റും ചെയ്തു. ദിലീപിനെ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്ന് തനിക്ക് ഇത്തരം കാര്യങ്ങൾ, തുടർച്ചയായി ഇത്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി എന്നാണ് നടി മൊഴിയായി നൽകിയത്. തുടർന്ന് ഒരു പ്രശ്നമുണ്ടായത് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ, അതിനുശേഷം പല സിനിമകളിലും തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നടി മൊഴി പറയുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ താൻ ഉറച്ചു നിൽക്കുകയും മഞ്ജുവിനോട് മറ്റൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുകയും മഞ്ജുവിനോട് ഈ കാര്യങ്ങൾ തിരുത്തി പറയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ശ്യാമപ്രസാദിൻ്റെ ഒരു സിനിമ, അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ്, തനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്, ഈ ശത്രുതയൊക്കെ ഒന്ന് പരിഹരിച്ച് പോയാൽ ഒരുപക്ഷെ ദിലീപുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് പറഞ്ഞു തീർത്താൽ തൻ്റെ കരിയറിന് അത് ഗുണം ചെയ്യും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിനെ ബന്ധപ്പെടുകയും തനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും തൻ്റെ സിനിമയിലെ ഭാവി വല്ലാത്ത രീതിയിൽ അപകടത്തിലാണ് എന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ഇടപെടാം എന്ന് ഇടവേള ബാബു പറയുകയും ചെയ്തു. ഒപ്പം ആ 2014-15 ഡക്കാൻ ക്രോണിക്കിൾ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖവും ഈ പറഞ്ഞ നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, തനിക്ക് ഇൻഡസ്ട്രിയിൽ അവസരം നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഒരു സൂപ്പർ താരമാണ് മലയാളത്തിലെ, ആ സൂപ്പർ താരത്തിൻ്റെ പേര് അത് ദിലീപാണ് എന്ന് ഈ മൊഴിയുടെ ഭാഗമായി നടി കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മൊഴിയുടെ ഒരു ക്രോണോളജി. അഭിലാഷ്, ഇത്തരത്തിൽ വളരെ വ്യക്തമായി ദിലീപ് തന്നോടുള്ള ശത്രുത അത് തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല സംഭവങ്ങളും ഡേറ്റ് ഇട്ട് വളരെ കൃത്യമായി തന്നെ ഈ പര്യടനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നടി കോടതിയിൽ ഇത് മൊഴിയായി നൽകിയത്. അത് കോടതി പിന്നീട് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ഈ വിധിന്യായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണല്ലോ രഞ്ജിത്ത് ഇത്രയും നൽകിയ വിവരങ്ങൾ എന്നത് ഇതേ നമ്മൾ പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളെല്ലാം നടന്നത് അടച്ചിട്ട കോടതി മുറിയിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഉന്നയിച്ച വാദങ്ങളെ സംബന്ധിച്ച പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന ഈ പോയിന്റുകൾ എന്നത് കോടതിയുടെ തന്നെ പരിഗണനയിലേക്ക് വന്ന വിഷയത്തിന്മേൽ അതിജീവിത നൽകിയിട്ടുള്ള മൊഴിയാണ്. അതായത് കോടതിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അതിജീവിത പറയുന്നത് ഓരോന്നും അക്കമിട്ട് നിരത്തി സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അവിടെ രഞ്ജിത്ത്, സ്വാഭാവികമായി ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത്രമേൽ കൃത്യമായി നൽകിയ മൊഴി എന്നിട്ടും എന്തുകൊണ്ട് ഇത് കോടതി മുഖവിലേക്ക് എടുക്കാതെ പോകുന്നു? ഇത് തന്നെ ദിലീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് ആവശ്യമായ മൊഴിയായി മാറിയിട്ടില്ലേ എന്നുള്ളതാണ് സാധാരണ ഇത്രയും കേൾക്കുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുക. ഇനി അതിൽ എന്താണ് സംഭവിച്ചത്? ഈ മൊഴികൾ ഇത്തരത്തിൽ വിചാരണ കോടതി കേൾക്കുന്നു, അതിനുശേഷം ജഡ്ജി അതിലൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തുകയാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയത്? ആ ഫൈൻഡിങ്ങിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു? ഈ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 1790 പേജുള്ള ഈ വിധിന്യായത്തിൽ ഏതാണ്ട് 271 പേജ് മുതലാണ് ഈ വിഷയങ്ങൾ കോടതി പരാമർശിച്ചിരിക്കുന്നത്. അതിജീവ് നൽകിയ മൊഴി, അതിൽ ഓരോ PW1 എന്ന അതിജീവ് നൽകിയ മൊഴി, അതിൽ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം കോടതിയിൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതിരിക്കാനുള്ള കാരണങ്ങളായി അത് ഉരുത്തിരിഞ്ഞത് ദിലീപിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിലാണ്. നമുക്കറിയാം, മൊഴി നൽകിക്കഴിഞ്ഞാൽ ഈ മൊഴി നൽകിയ ആളെ ക്രോസ് ചെയ്യുക എന്നുള്ള അവകാശം പ്രതിഭാഗം അഭിഭാഷകനുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ വാദങ്ങൾ വളരെ കൃത്യമായി ഖണ്ഡിക്കാൻ ഈ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തോടു കൂടിയാണ് അഭിഭാഷകൻ തൻ്റെ ക്രോസ് തുടങ്ങിയത്. നേരിട്ടുള്ള ചോദ്യമായിരുന്നു അത്. ഈ നേരിട്ട് ഈ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നോ, അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നേരിട്ടറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് ഈ പെൺകുട്ടി അതിജീവിത മൊഴിയായി മറുപടി നൽകിയത് മനോരമ ഓൺലൈൻ്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട വിവരം തനിക്ക് ലഭ്യമായത് എന്നാണ് പറഞ്ഞത്. അതായത് കാരണം തനിക്ക് നേരിട്ടുള്ള അറിവല്ല, അതൊരു ഓൺലൈനിന് നൽകിയ അഭിമുഖം കേട്ടപ്പോൾ താൻ മനസ്സിലായതാണ്. പക്ഷെ നമുക്കറിയാം, ആ
കത്തിൻ്റെയൊക്കെ സാങ്കത്യം പിന്നീട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഈ കത്തെഴുതി എന്ന് പറയുന്ന ബിബിൻ, ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ബിബിന് ഇത് താൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് ഈ കത്ത് എഴുതിയത് എന്നൊക്കെ പറയുകയും ആ വാദം പൊളിയുകയും ഒക്കെ ചെയ്ത് പിന്നീട് ഈ കേസിന്റെ ഭാഗമായി മാറിയതാണ്. അവിടെയാണ് താൻ നേരിട്ടല്ല ഇത് അറിയുന്നത്, തനിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം അറിയാവുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലൂടെയാണ്. മറ്റൊരു പ്രധാന വിഷയമായി ക്രോസിൽ പറഞ്ഞത്, ഈ പൾസർ സുനി സ്ഥിരമായി ദിലീപിനൊപ്പം ലൊക്കേഷനിൽ വരാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിച്ചപ്പോൾ മറുപടിയായി ഈ നടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ നടി മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അതായത് സെറ്റുകളിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും നടിമാരുടെയും നടന്മാരുടെയും സംരക്ഷണത്തിനായി, സെറ്റിൻ്റെ സംരക്ഷണത്തിനായി ഉണ്ടാകും. മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ദിലീപിനൊപ്പം പൾസർ സുനിയും സെറ്റിൽ വരാറുണ്ട് എന്ന്. അതും ഒരു ഹിയർസേ ആണ്, നമ്മൾ മനസ്സിലാക്കണം. നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ല, ഒരു കേട്ടുകേൾവിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കേട്ടുകേൾവി കൊണ്ട് ഈ വിഷയം കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിടത്താണ് നടിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പരാജയമുണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് തനിക്ക് മനസ്സിലായത്, തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ഇങ്ങനെ പൾസർ സുനി, ദിലീപിനൊപ്പം പൾസർ സുനി വരാറുണ്ട് എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടി മൊഴിയായി കോടതിയിൽ നൽകിയ കാര്യങ്ങൾ, അതായത് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്ക് സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ദിലീപ് പറഞ്ഞുവെന്നും ഒപ്പം അമ്മയുമായി അതായത് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അവിടെ മുറിയിൽ അവർ ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്ന മൊഴിയായി പറഞ്ഞ കാര്യം, ഒപ്പം സിനിമാ രംഗത്തെ എല്ലാവർക്കും ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം എന്ന കാര്യങ്ങളൊക്കെ ഈ മൊഴിയായി പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതൊന്നും എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയില്ല? നേരത്തെ നമുക്കറിയാം മഞ്ജു വാര്യരുടെ കേസിലും ആ മൊഴിയിലും കോടതി ചോദിച്ച അല്ലെങ്കിൽ കോടതി ആ മൊഴി അവിശ്വസിക്കാൻ പ്രധാനമായ കാരണമായത് അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇക്കാര്യം പറയാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കോടതിയെ അവിശ്വസിക്കേണ്ടി വന്നു, കോടതി മുഖവിലക്കെടുക്കാതെ ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയും ദിലീപുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന ഒരു വിഷയവും അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പങ്കുവച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് ഈ കോടതി ഈ മൊഴി അവിശ്വസിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ദിലീപ് തന്നോട് നേരിട്ട് ചോദിച്ച കാര്യമൊന്നും മൊഴിയായി കൊടുത്തൊന്നും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാമായിരുന്നു. അത് പ്രോസിക്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസായി മാറുകയും ചെയ്യും, സംശയമില്ല ആ കാര്യത്തിൽ. ഇവിടെ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡെക്കാൻ ക്രോണിക്കിൽ നൽകിയ അഭിമുഖം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഒരു നടൻ, സിനിമയിലെ വലിയൊരു നടൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്, തനിക്ക് ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ആ നല്ല റോളുകൾ തനിക്ക് കിട്ടാത്തത് ഈ നടൻ ഇടപെട്ടതുകൊണ്ടാണ് എന്ന് പറയുകയും പിന്നീട് കോടതിയിൽ ദിലീപാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രോസിൽ ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള ചോദിച്ചത് 2013-ലും 2014-ലും 2016-ലും ഒക്കെ, ഈ അഭിമുഖം 2015-ലാണ്, 2013-ലും 2014-ലും 2016-ലും ഒക്കെ നിരവധിയായ അഭിമുഖങ്ങൾ നിരവധി പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നടി. ഈ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ മലയാള സിനിമയിൽ സജീവമാകാത്തത്, നല്ല വേഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും നടൻ്റെ പേരെടുത്ത് പറയുകയോ തന്നെ സിനിമയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയോ ചെയ്യാതെ ഈ നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ദിലീപുമായി ബന്ധപ്പെട്ട വാദം വീണ്ടും പൊളിയുകയാണ്. അതിന് പ്രതിഭാഗം അഭിഭാഷകൻ ഇത്തരം അഭിമുഖങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങൾ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. അത് കോടതി മുഖവിലക്കെടുത്തു എന്നുള്ളത് ഈ കേസിൽ പ്രധാനമാണ്. മറ്റൊന്ന്, ഈ സംഭവത്തിന് ശേഷമാണ് ഹണീബി എന്ന സിനിമ, ഒപ്പം ആദം എന്ന ഫിലിം. ആദം എന്നത് പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. ഹണീബി നമുക്കറിയാം, ജീൻ പോൾ ലാൽ, സംവിധായകൻ ലാലിൻ്റെ മകൻ ലാലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ രണ്ട് സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകന് കോടതിയിൽ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ രണ്ട് സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ദിലീപ് തൻ്റെ അടുപ്പക്കാരെ വിളിച്ചിട്ട് നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഉന്നയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ നടി പറഞ്ഞ വാദങ്ങളും പൊളിയുകയാണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി ക്രോസുകൾ ഉണ്ടാവുകയും ഈ ക്രോസിൽ വളരെ കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ഒപ്പം പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ചില മറുപടികൾ നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിക്കാൻ, ഈ മൊഴിയൊക്കെ പൊളിക്കാൻ പ്രതിഭാഗ അഭിഭാഷകന് സാധിക്കുകയും അത് വളരെ കൃത്യമായി ഈ വിധിന്യായത്തിൽ കോടതി രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അഭിലാഷ്.